قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം കാമിലായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ-റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, അത്യന്താധുനികമായ ഭീകരമായ ആയുധങ്ങളുടെ മുകളിൽ അടയിരിക്കുന്ന രണ്ട് രാഷ്ട്രങ്ങൾ താൽക്കാലികമായിട്ടാണെങ്കിലും ഇറാൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ അല്ലെങ്കിൽ ലോകം കഴിഞ്ഞ ദിവസം കണ്ടത്. അൽഹംദുലില്ലാ. പക്ഷേ ഇതൊരു സമ്പൂർണമായ യുദ്ധത്തിൻ്റെ സമാപനമാണ് എന്നൊന്നും നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വെടിനിർത്തലൊന്നും അവിടെ ആ അളവിൽ ഇല്ല എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഈ രണ്ട് രാഷ്ട്രങ്ങളും ലോകത്തെ ഏതെങ്കിലും അന്താരാഷ്ട്ര നിയമങ്ങളോ കരാറുകളോ മാനവികമായ മൂല്യങ്ങളോ മനുഷ്യൻ്റെ ജീവന് വിലയോ ഒന്നും കൽപ്പിക്കാത്ത രണ്ട് നെറികെട്ട രാഷ്ട്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഇറാന് നേരെ ഇനിയും കടന്നാക്രമണം നടക്കാനുള്ള സാധ്യതയുണ്ട്. വെച്ച കരാറൊന്നും ലംഘിക്കുന്നതിന് യാതൊരു ഉളുപ്പുമില്ലാത്ത രാജ്യങ്ങളാണവർ. ഇപ്പം തന്നെ ഒരുപക്ഷെ ഈ താൽക്കാലികമായ ചെറിയ തോതിലുള്ള ചില വെടിനിർത്തലൊക്കെ നടത്തിയിട്ടുള്ളത് ഇറാന് നേരെ പൊട്ടിക്കാൻ വേണ്ടി വെച്ചിരുന്ന സാധനങ്ങളെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും. ഇനി പുതിയ സാധനങ്ങൾ പൊട്ടിക്കാനായി ഒരുക്കി വയ്ക്കാൻ വേണ്ടി ഒരു ഇടവേള ആവശ്യമുണ്ട്, ഒരു താൽക്കാലിക ഇടവേള ആവശ്യമുണ്ട്. അതിനുവേണ്ടി എടുത്ത ഒരു ഇടവേള ആയിരിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് ഉടയ തമ്പുരാനോട്, പടച്ച തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അത്രമാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇറാനെ ആക്രമിച്ചത് മുതൽ അവിടെ മുതൽ ഇപ്പോഴും നമ്മൾ വളരെ കൃത്യമായ നിലപാടിൻ്റെ കാര്യത്തിൽ ഇറാൻ അനുകൂലമായ കൃത്യമായ നിലപാടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ മിമ്പറിൽ സംസാരിച്ചിട്ടുള്ളത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു നീതിയുടെ പ്രതലത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ നോക്കിക്കാണുന്നത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ശ്രമിച്ചത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ സംസാരിക്കുന്നത്. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രോ ഇറാൻ സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു പൊസിഷൻ നമ്മൾ എടുത്തിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം നീതിയാണ്. കാരണം ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ അനീതിക്കിരയായ ഒരു രാജ്യമായി ഇറാൻ മാറിയിരിക്കുകയാണ്. നമുക്ക് പല ന്യായങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷെ എന്നാലും ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ അനീതിക്കിരയായ ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ചർച്ചക്കിടയിൽ തന്നെ ആ ചർച്ചയിൽ പങ്കെടുത്ത ആളെ ആക്രമിക്കുക എന്ന് പറയുന്നത് ലോകത്ത് ഒരർത്ഥത്തിലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെയുള്ള ആക്രമണത്തിന് വിധേയമായ ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അതല്ലാതെ അവരുടെ അഖീദ പരിശോധിച്ചിട്ടോ അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ ഷീ സ്കൂൾ ഓഫ് തോട്ടിനോട് അല്ലെങ്കിൽ ഷിയ ഫെയ്ത്തിനോട്, വിശ്വാസത്തോട് നമുക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള തരിമ്പെങ്കിലും ഉള്ളത് കൊണ്ടോ അല്ല നമ്മൾ ഇറാൻ അനുകൂലമായ ഒരു നിലപാടിൽ നിൽക്കുന്നത്.
നിലപാട് കൊണ്ട് ഇറാൻ്റെ അനുകൂലമായി നിൽക്കുന്നത് അതുകൊണ്ടല്ല, മറിച്ച് നീതിയുടെ തലത്തിൽ നിന്നുകൊണ്ട് നോക്കിയത് കൊണ്ട് മാത്രമാണ്. മറുവശത്ത് ഞാൻ പറഞ്ഞല്ലോ, ലോകത്തെ ഏറ്റവും വലിയ നെറികെട്ട രാഷ്ട്രമാണുള്ളത്. ലോകത്ത് ഒരു അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനിക്കാത്ത, ലോകത്ത് ഒരു കരാറുകളെയും പാലിക്കാത്ത, അതുപോലെ തന്നെ ലോകത്തെ ഒരു മാനവിക മൂല്യങ്ങളെയും ഉൾക്കൊള്ളാത്ത, മനുഷ്യൻ്റെ ജീവന് പുല്ലുവില പോലും കൽപ്പിക്കാത്ത, മനുഷ്യ മാംസം തിന്നുകൊണ്ട് വിശപ്പ് തീർക്കുകയും മനുഷ്യ രക്തം കുടിച്ച് ദാഹം തീർക്കുകയും ചെയ്യുന്ന 2 രാഷ്ട്രങ്ങളാണ് മറുവശത്തുള്ളത്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഒരു പ്രോ ഇറാൻ സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു നിലപാട്, സമീപനം നമ്മൾ സ്വീകരിക്കുന്നത്. വേണമെങ്കിൽ ഒരാൾക്ക് ഇത് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ടതല്ല, ഇറാൻ വേറൊരു രാജ്യമാണ്, അമേരിക്കയും ഇസ്രായേലും നമ്മളുമായി ബന്ധമുള്ള രാജ്യമല്ല, അല്ലെങ്കിൽ നമ്മൾ ആ രാജ്യത്തല്ല ജീവിക്കുന്നത്, നമ്മുടെ തലയിലേക്കൊന്നും ഒരു മിസൈലിൻ്റെയും ചീള് വന്ന് വീഴാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് ഇപ്പം ആ വിഷയത്തിലൊന്നും ഒരു നിലപാടും സ്വീകരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലുള്ള നിലപാട് എടുത്തുകൊണ്ട് നമുക്ക് കൈ കഴുകി മാറി നിൽക്കാം, പ്രശ്നമൊന്നുമില്ല, അതൊക്കെ ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു സംഭവ വികാസം ഉണ്ടാകുമ്പോൾ അതിൽ ഒരു നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ പ്രമാണ രേഖയുടെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു നിലപാട് ഒരു വിശ്വാസിക്ക് ഉണ്ടാകണം. അതിന് ഖുർആനികമായ അടിത്തറ നമുക്ക് കാണാൻ സാധിക്കും. ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പല പ്രാവശ്യമായി ഇറാനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ വർത്തമാനം നമ്മൾ പറയാനുള്ള ഒരു പ്രധാന കാരണം, കഴിഞ്ഞ ദിവസം കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സലഫി പണ്ഡിതൻ, ബഹുമാനപ്പെട്ട സലഫി പണ്ഡിതൻ, ഒരുപാട് വ്യൂവേഴ്സുള്ള, കേൾവിക്കാരുള്ള ഒരു സാധാരണ സലഫി സഹോദര പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരു സാധാരണ ഒരു മൗലവിയോ ഒരു പണ്ഡിതനോ അല്ല, വളരെ മുതിർന്ന, വളരെ ആദരിക്കപ്പെടേണ്ട, ബഹുമാനിക്കപ്പെടേണ്ട ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ 4 മിനിറ്റും 42 സെക്കൻഡും നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. അപ്പം അതിൽ അദ്ദേഹം ഒട്ടും പണ്ഡിതോചിതമല്ലാത്ത, ഒട്ടും നീതിയുടെ പക്ഷത്ത് നിലകൊള്ളാത്ത, അങ്ങേയറ്റം ഖേദകരമായ ചില സംഗതികൾ ഇറാനെക്കുറിച്ച് അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത്, നൈതിക ബോധമുള്ള ഒരു സലഫി സഹോദരന് പോലും അദ്ദേഹത്തിൻ്റെ ആ നിലപാടിനെ ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയും എന്ന് ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല. തികച്ചും വൈകാരികമായ എന്തൊക്കെ ഉള്ള ഒരു മാനസികാവസ്ഥയിലാണ് അദ്ദേഹം ആ പ്രഭാഷണം നടത്തുന്നത്. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞാൻ ഒന്ന് പറയാം. അദ്ദേഹം ആ ഇറാനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഇവിടെ ഒരു തെമ്മാടി മറ്റേ തെമ്മാടിയുമായി യുദ്ധം ചെയ്യുകയാണ്. അഥവാ ഇറാൻ ഒരു തെമ്മാടി രാഷ്ട്രമാണ് എന്നാണ് പുള്ളി പറയുന്നത്. ഒരു തെമ്മാടി മറ്റേ തെമ്മാടിയുമായി യുദ്ധം ചെയ്യുകയാണ്. ജൂത സൈനിസത്തെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതുപോലെ ഇറാനെയും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ആ പ്രസംഗം വർത്തമാനം അവസാനിപ്പിക്കുന്നത് ഈ ഫിത്നയുടെ കാലത്ത്, ആ പ്രസംഗം തന്നെ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം: ഈ ഫിത്നയുടെ കാലത്ത് അക്രമകാരികളെ നീ തകർക്കണമേ, നശിപ്പിക്കണമേ എന്ന പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. അഥവാ ഇറാനെയും ഇസ്രായേലിനെയും തകർക്കണം, നശിപ്പിക്കണം എന്ന പ്രാർത്ഥനയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നാണ് അതിനകത്ത് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, 2 കൂട്ടരെയും നമുക്ക് പിന്തുണക്കാൻ കഴിയില്ല. ഇതിന് അദ്ദേഹം കാരണം പറയുന്നുണ്ട് ആ പ്രഭാഷണത്തിനകത്ത്. എന്തുകൊണ്ടാണ് ഇറാനെ പിന്തുണക്കാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ പിന്തുണക്കാൻ പറ്റാത്തത് എന്നതിൻ്റെ കാരണവും ആ ബഹുമാന്യനായ പണ്ഡിതൻ അതിനകത്ത് പറയുന്നുണ്ട്. ഇസ്രായേലിനെ പിന്തുണക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ജൂത സൈനിസം കടുത്ത അക്രമികളാണ്. മുസ്തഫയോട് ഏത് കാലത്തും വിരോധം വെച്ചവരായിരുന്നു. അവർ റസൂലുള്ളാഹിനെ കൊല്ലാൻ വിചാരിച്ചവരാണ്. ഇസ്ലാമിനോട് ഏറ്റവും വെറുപ്പുള്ള കക്ഷിയാണ്. ഇന്നും അവർ അങ്ങനെ തന്നെയാണ്. അതാണ് ആ ചുരുങ്ങിയ വീഡിയോയിൽ അദ്ദേഹം ഇസ്രായേലിനെ എതിർക്കാനായി പറയുന്ന കാരണം. റസൂലുള്ളാഹിനെ കൊല്ലാൻ വിചാരിച്ചു, മുസ്തഫയോട് എന്നും വിരോധം വെച്ചവരാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇറാനെ അനുകൂലിക്കാൻ പറ്റാത്തതിൻ്റെ കാരണമായിട്ട് അദ്ദേഹം പറയുന്നത്, അവർക്ക് ഇസ്ലാം ശരിയാകണമെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ശപിക്കണം, ഉമർ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറയണം,
ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ വ്യഭിചാരിണിയാണെന്ന് പറയണം. ഇതുകൊണ്ടാണ് ഇറാനെ നമുക്ക് അനുകൂലിക്കാൻ പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം രണ്ടു കൂട്ടരെയും നശിപ്പിക്കാൻ, അക്രമകാരികളായ ഇവരെ നശിപ്പിക്കാൻ പ്രാർത്ഥിക്കണം, അതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ബഹുമാന്യനായ സലഫി പണ്ഡിതന് മറുപടി പറയലോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പരിഹസിക്കലോ ആക്ഷേപിക്കലോ അല്ല നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ, ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനകത്തൊരു നിലപാട് ആ നിലപാട് കൊണ്ട് പ്രത്യേകിച്ചൊരു ഇപ്പം എൻ്റെ ഒരു നിലപാട് കൊണ്ട് ലോകത്തൊരു സ്വാധീനം ഉണ്ടാവില്ല. പക്ഷെ വിശ്വാസിക്ക് ഒരു നിലപാട് വേണം. അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ നിലപാടിനെ അടിത്തറയായി വർത്തിക്കേണ്ടത് നമ്മുടെ പ്രമാണ രേഖയാവുകയും വേണം. ജൂത സൈനിസത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്ത എന്തുകൊണ്ടാണ്? അവർ റസൂലുള്ളാഹിനോട് വിരോധം വെച്ച് പുലർത്തുന്നു. അതേപോലെ തന്നെ പ്രവാചകനെ കൊല്ലാൻ തീരുമാനിച്ചു. ഇസ്ലാമിനോട് അവർക്ക് വെറുപ്പാണ്. ഇതാണ് കാരണം. ഇറാനെ വിമർശിക്കാൻ എന്താണ് കാരണം? ഇറാനോട് യോജിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന കാരണം എന്താ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ചീത്ത പറയുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ തെറി പറയുന്നു, അല്ലെങ്കിൽ അവർ വ്യഭിചാരിണിയാണെന്ന് പറയണം എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? നമ്മൾ എന്താണ് ഇപ്പോൾ കേട്ടതിൽ നിന്ന് മനസ്സിലാക്കിയത്? അഥവാ നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരു സംഭവ വികാസം നടക്കുമ്പോൾ, ഞാൻ പറയുന്നത് നന്നായി നിങ്ങൾ മനസ്സിലാക്കണം, നമുക്കൊരു നിലപാടുണ്ടാകേണ്ടതിൻ്റെ ഖുർആനികമായ ന്യായമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ആ ബഹുമാന്യനായ പണ്ഡിതന് മറുപടിയല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്തൊരു സംഭവ വികാസം ഉണ്ടാകുമ്പോൾ അതിന് പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ, ഇക്കണോമിക്കൽ മാനങ്ങളുണ്ടെങ്കിൽ, അതിന് രാഷ്ട്രീയമായ മാനമുണ്ടെങ്കിൽ, അതിന് സാമ്പത്തികമായ മാനമുണ്ടെങ്കിൽ, അതിന് സൈനികമായ മാനമുണ്ടെങ്കിൽ, അത്തരം ഒരു സംഭവ വികാസം നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുമ്പോൾ അതിനോട് നമ്മളല്ലാത്ത രണ്ട് കക്ഷികളാണ് എന്ന് വിചാരിച്ചോ, നമ്മളല്ലാത്ത രണ്ട് കക്ഷികൾ ഒരു സംഭവ വികാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതിന് സാമ്പത്തിക മാനമുണ്ട്, അതിന് രാഷ്ട്രീയ മാനമുണ്ട്, അതിന് സൈനിക മാനമുണ്ട്. അങ്ങനെ ഒരു സംഭവ വികാസം നമ്മളുടെ ചുറ്റുവട്ടത്ത് നടക്കുമ്പോൾ അതിനോടുള്ള സമീപനം, നിലപാട് നമ്മൾ സ്വീകരിക്കേണ്ടത് അവരുടെ അഖീദ എന്താണ്, അവരുടെ വിശ്വാസം എന്താണ്, അവർക്ക് ഇസ്ലാമിനോടുള്ള സമീപനം എന്താണ് എന്ന് നോക്കിയിട്ടാണോ? നോക്കിയിട്ടല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. ഒരു സംഭവ വികാസം നമ്മൾ നടക്കുന്നു, അതിനകത്ത് രണ്ടൂന്ന് കക്ഷികൾ ഉണ്ടാകുന്നു. ഈ കക്ഷികളോടുള്ള സമീപനം നമ്മൾ സ്വീകരിക്കേണ്ടത് ആ കക്ഷികളുടെ അഖീദ എന്താണ്, അഥവാ വിശ്വാസം എന്താണ്, ആ കക്ഷികൾക്ക് നമ്മുടെ ഇസ്ലാമിനോടുള്ള സമീപനം എന്താണ് എന്നത് നോക്കിയിട്ടല്ല നമ്മൾ അവരോട് സമീപനം സ്വീകരിക്കേണ്ടത്. ആ സമീപന രീതി ശരിയല്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കുമ്പോൾ അങ്ങനെയല്ലേ സമീപിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് തോന്നും. അങ്ങനെയല്ല സമീപിക്കേണ്ടത്. മറിച്ചൊരു സംഭവ വികാസം നമ്മുടെ മുൻപിൽ വന്നു കഴിഞ്ഞാൽ ആ സംഭവ വികാസത്തിൽപ്പെട്ട കക്ഷികളെ നമുക്ക് അനുകൂലിക്കണമെങ്കിൽ ആ സംഭവ വികാസത്തിൽ ഉൾപ്പെട്ട കക്ഷികളുടെ വിശ്വാസം എന്താണ്, അവരുടെ അഖീദ എന്താണ്, അവർക്ക് ഇസ്ലാമിനോടുള്ള സമീപനം എന്താണ് എന്ന് നോക്കിയിട്ടല്ല, മറിച്ച് ആ വിഷയത്തിൻ്റെ നീതിയും അനീതിയും നോക്കിയിട്ടാണ് ആ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ നിലപാട് സ്വീകരിക്കാൻ മനുഷ്യൻ പഠിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ ലോകത്തുണ്ടാവില്ല, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവില്ല. നമ്മൾ മറിച്ച് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ സമീപിക്കാൻ നോക്കുന്നത്. അവരുടെ അഖീദ എന്തുമാകട്ടെ, അവർക്ക് ഇസ്ലാമിനോടുള്ള കാഴ്ചപ്പാട് എന്തുമാകട്ടെ, ഈ പ്രശ്നത്തിലെ ശരിയും തെറ്റും, പ്രശ്നത്തിലെ നീതിയും അനീതിയും എന്താണ് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ആ വിഷയത്തിലെ സമീപനം എടുക്കേണ്ടത്, നിലപാട് സ്വീകരിക്കേണ്ടത്. മറിച്ച് നിലപാട് സ്വീകരിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മൾ അങ്ങനെയാണ് നിലപാട് സ്വീകരിക്കുന്നതും അതാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അവന്റെ വേദപ്രമാണത്തിൽ 5-ാം അധ്യായം 8-ാം സൂക്തം, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉദ്ധരിച്ചിട്ടുള്ള ഖുർആൻ സൂക്തമാണ് ഇത്. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു വഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്, നീതിക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ദൈവത്തിനു വേണ്ടി നിലകൊള്ളുക, അള്ളാഹുവിനു വേണ്ടി നിലകൊള്ളുക. എങ്ങനെ? നീതിക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അള്ളാഹുവിനു വേണ്ടി നിലകൊള്ളുക. ഒരു ജനവിഭാഗത്തോടുള്ള നമ്മുടെ വിരോധം, അല്ലെങ്കിൽ ആ ജനവിഭാഗത്തിന് നമ്മളോട് വിരോധമുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ നീതി കൽപ്പിക്കാൻ, നീതി പറയാൻ, നീതിപൂർവമായ നിലപാടെടുക്കാൻ നിങ്ങൾക്ക് തടസ്സമാകരുത്.
നമ്മളോട് അവർക്ക് വിരോധമുണ്ട് എന്നതുകൊണ്ട് നീതിപൂർവ്വം നിലപാടെടുക്കാൻ നിങ്ങൾക്ക് അത് തടസ്സമാകരുത്. നീതിപൂർവ്വം അവർക്ക് എന്തെങ്കിലും കിട്ടേണ്ടതുണ്ടെങ്കിൽ അത് കൊടുക്കാൻ നിങ്ങൾക്ക് തടസ്സമാകരുത് എന്ന് മാത്രമല്ല, അത്തരമൊരു നിലപാടുണ്ടല്ലോ, ആ നിലപാട് അക്രബിലി തഖ്വ, തഖ്വയോട് ഏറ്റവും അടുത്ത നിലപാടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നമ്മളെല്ലാം പറഞ്ഞെത്തിക്കുന്നത് തഖ്വയിലാണല്ലോ. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യണമെന്നതാണല്ലോ ഖുതുബയിലെ ഏറ്റവും വലിയ സംഗതി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തങ്ങളോട് വിയോജിപ്പുണ്ട് ഒരു വിഭാഗത്തിനെന്ന് നമുക്കറിയാം, നമ്മളോട് എതിർപ്പുണ്ട്. അതുകൊണ്ട് അവർക്ക് കിട്ടേണ്ട നീതി കൊടുക്കാൻ നമുക്ക് തടസ്സമാകരുത് ആ വെറുപ്പും വിദ്വേഷവും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു എന്ന് മാത്രമല്ല, ഖുർആനിലെ ഏറ്റവും സവിശേഷമായ ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ അതാണ് തഖ്വയോട് ഏറ്റവും അടുത്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുമ്പോൾ അവരുടെ അഖീദ എന്താണ്, അവരുടെ വിശ്വാസം എന്താണ്, അവർക്ക് നമ്മുടെ ഇസ്ലാമിനോടുള്ള സമീപനം എന്താണ് എന്ന് നോക്കിയിട്ടല്ല, പ്രശ്നത്തിലെ നീതിയും അനീതിയും എന്താണ്, പ്രശ്നത്തിലെ ശരിയും തെറ്റും എന്താണ് എന്ന് നോക്കിയിട്ടാണ്. മറിച്ച് ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, ഒരു സംഭവ വികാസം നമ്മുടെ പ്രമേയത്തിൽ നടക്കുമ്പോൾ നമ്മൾ അതിനോട് അവരുടെ അഖീദയും അവരുടെ ഇസ്ലാമിനുള്ള സമീപനവും നോക്കി തീരുമാനിക്കാൻ, നിലപാട് സ്വീകരിക്കാൻ ശ്രമിച്ചാൽ അതിലുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ഞാൻ ഉദാഹരണത്തിലൂടെ പറയാം. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സൗദി അറേബ്യ, നമ്മൾ തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുന്ന കഅബ ശരീഫ് ഇരിക്കുന്ന ആ ഒരു പ്രദേശം ഉൾക്കൊള്ളുന്നതാണ് സൗദി അറേബ്യ. ഈ സൗദി അറേബ്യ ഏതെങ്കിലും ഒരു ക്രൈസ്തവ രാഷ്ട്രത്തെ കയറി അന്യായമായി ആക്രമിച്ചു. അത്തരം ഒരു സംഭവ വികാസം ലോകത്ത് നടക്കുമ്പോൾ ഇവർ ഈ പറയുന്ന സമീപന രീതി അനുസരിച്ചാണെങ്കിൽ നമുക്ക് സൗദി അറേബ്യനെ പിന്തുണക്കാനേ നിർവാഹമുള്ളൂ. കാരണം നമ്മുടെ അഖീദയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് സൗദി അറേബ്യയുടെ അഖീദയാണ്. നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നത് സൗദി അറേബ്യയിലെ കഅബ ശരീഫിലേക്കാണ്. നമ്മുടെ മതത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതും ഇസ്ലാമിനോട് ഏറ്റവും പോസിറ്റീവായിട്ട് സമീപിക്കുന്നതും സൗദി അറേബ്യയാണ്. അതുകൊണ്ട് നമ്മൾ സൗദി അറേബ്യയുടെ പക്ഷത്ത് നിൽക്കണം എന്നതാണ്. ഇങ്ങനെയുള്ള നിലപാട് സ്വീകരിച്ചാൽ അഖീദ എന്താണെന്ന് നോക്കിയും നമ്മളോടുള്ള സമീപനം എന്താണെന്ന് നോക്കി നിലപാട് സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം, അങ്ങനെ നിൽക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് സൗദി അറേബ്യയുടെ ഒപ്പം നിൽക്കാൻ പറ്റുള്ളൂ. വിശുദ്ധ ഖുർആൻ തഖ്വയോട് ഏറ്റവും അടുത്തത് എന്ന് പറയുന്ന നീതിപൂർണമായ സമീപനം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ക്രൈസ്തവ രാഷ്ട്രത്തിന്റെ ഒപ്പമേ നിൽക്കാൻ പറ്റുള്ളൂ. അതാണ് വ്യത്യാസം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സൗദി അറേബ്യ ക്രൈസ്തവ രാഷ്ട്രത്തെ ആക്രമിച്ചിട്ടുള്ളത് അന്യായമായിട്ടാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ സംഭവിച്ചിട്ടല്ല. അന്യായമായി ആക്രമിച്ചതുകൊണ്ട് അവരുടെ വിശ്വാസം യേശു ദൈവപുത്രനാണെന്നാണല്ലോ. ആക്രമിച്ച സൗദി അറേബ്യയുടെ വിശ്വാസം അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്നതാണല്ലോ. എന്നൊന്നും നോക്കിയിട്ടല്ല നിലപാടെടുക്കുന്നത്, എന്നൊന്നും നോക്കിയല്ല നമ്മൾ അതാ ഈ വിഷയത്തിലല്ല കേട്ടോ. ഞാനും നിങ്ങളും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിലപാടെടുക്കുമ്പോൾ അങ്ങനെ തന്നെ എടുക്കേണ്ടത്. എടുത്ത വലിയ പ്രശ്നങ്ങളൊന്നും സമൂഹത്തിൽ ഉണ്ടാവില്ല. ഈ എടുക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്തു പറഞ്ഞു? വഇദാ ഖുൽതും ഫഅദിലു വലൗ കാന ദാ ഖുർബ, 6-ാം അധ്യായം സൂറത്തുൽ അൻആം. വഇദാ ഖുൽതും, നിങ്ങൾ സംസാരിക്കുമ്പോൾ നീതിപൂർവ്വം സംസാരിക്കുക. വലൗ കാന ദാ ഖുർബ, അത് നിങ്ങളുടെ അടുത്ത ബന്ധുക്കളുടെ കാര്യത്തിലാണെങ്കിലും ശരി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഹ്കും ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുമ്പോൾ നിങ്ങൾ നീതിപൂർവ്വം വിധി കൽപ്പിക്കുക. അൻതഅദിലു, നിങ്ങൾ നീതിപൂർവ്വം വിധി കൽപ്പിക്കുക. ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 17-ാം അധ്യായത്തിൽ പറഞ്ഞു, വസിനു ബിൽ ഖിസ്താസിൽ മുസ്തഖീം, നിങ്ങൾ അളവ് തൂക്കങ്ങൾ നടത്തുമ്പോൾ നീതിപൂർവ്വം നടത്തുക. നിങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ നീതിപൂർവ്വം കച്ചവടം ചെയ്യുക. 60-ാം അധ്യായം സൂറത്തുൽ മുംതഹിനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലുകും ഫിദ്ദീനി വലം യുഖ്രിജുകും മിൻ ദിയാരികും അൻ തബർറുഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. നിങ്ങളുടെ ദീനിന്റെ പേരിൽ നിങ്ങളോട് ഏറ്റുമുട്ടാതിരിക്കുകയും നിങ്ങളുടെ സ്വന്തം ഭവനങ്ങളിൽ നിന്ന് നിങ്ങളെ ആട്ടിപ്പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ നീതി പാലിക്കണം. അങ്ങനെ നീതി പാലിക്കുന്നവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്ന് സൂറത്തുൽ മുംതഹിന 60-ാം അധ്യായം. ഇവിടെയൊക്കെ അള്ളാഹു പറഞ്ഞു വെക്കുന്നത് എന്താ? നീതിയെക്കുറിച്ചാണ്. നീതി, ഒരു ഖുതുബയിൽ ഞാൻ പറഞ്ഞു, നീതി എന്ന്, അതാണ് മതം, അതാണ് ഇസ്ലാം, അതാണ് മാനവികത. ഇസ്ലാമിലെ നീതി എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ആണ്. ഇസ്ലാമിലെ നീതി റിലേറ്റീവ് അല്ല. ഇസ്ലാമിലെ നീതി കേവലമാണ്. ഇസ്ലാമിലെ നീതി ആപേക്ഷികമല്ല. എന്നോടുള്ള എൻ്റെ വിശ്വാസത്തോടുള്ള അവരുടെ സമീപനം എന്താണ് എന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ റിലേറ്റീവാണത്, ആപേക്ഷികമാണ്. എന്നെ അവർ മുമ്പ് ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ അത് ആപേക്ഷികമാണ്. ഇതൊന്നും നോക്കാതെ നീതി നടപ്പാക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് നീതി ഇസ്ലാമിൽ അബ്സല്യൂട്ട് ആണെന്ന്.
നീതി ഇസ്ലാമിൽ കേവലമാണെന്ന് നമ്മൾ പറയുന്നതിൻ്റെ ലോജിക്ക് അതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കൽ പറഞ്ഞത് നീതി എന്ന് പറയുന്നത് മതത്തിനപ്പുറമാണ് നീതി എന്ന് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഈ വക മതപരമായ വിശ്വാസപരമായ കാര്യങ്ങൾ നോക്കിയിട്ടല്ല നമ്മളൊരു വിഷയത്തിൽ നീതിപൂർവമായ നിലപാട് സ്വീകരിക്കേണ്ടത്. ആ വിഷയത്തിൽ നീതി ശരി തെറ്റ് എന്ത് എന്ന് നോക്കിയിട്ടാണ് എടുക്കേണ്ടത്. മറിച്ചാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ എടുക്കണമെന്നാണ് ഇവരിപ്പോൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഇറാൻ അങ്ങനെ വിശ്വസിക്കുന്നു, പിന്നെ ഇസ്രായേൽ ഇങ്ങനെ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇനി ഇറാനിലെ ഷിയ വിഭാഗത്തിന് പൊതുവിൽ അബൂബക്കർ സദീഖ് റളിയല്ലാഹുവിനോട് വെറുപ്പും ഉമർ റളിയല്ലാഹുവിനോട് വെറുപ്പും ആയിഷ ബീവിയോട് വെറുപ്പൊക്കെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതെങ്കിലും ഒരു ഗ്രൂപ്പ്, ഒരു ചെറിയ ഗ്രൂപ്പിന് അത്തരത്തിലുള്ള നിലപാടുണ്ടാകാം. ജനറലി ഷിയാക്കൾക്ക് അങ്ങനെ ഒരു നിലപാടുണ്ട് എന്ന് അവരുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ കുറച്ച് വായിച്ചിട്ടുള്ള ഈ ഉള്ളവൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ വിചാരിക്കരുത് എന്നാണ് പിന്നെ ഖുമൈനി അടക്കം, ഇപ്പോ പിന്നെ രക്തസാക്ഷിയായ അലി ഖാംനെയി അടക്കം പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഏതെങ്കിലും ചെറിയ ഗ്രൂപ്പിന് അങ്ങനെ ഉണ്ടോ എന്നറിയില്ല. ഇനി ഷിയാക്കൾക്ക് അങ്ങനെ ഒരു നിലപാടുണ്ടെന്നിരിക്കട്ടെ, ഷിയാക്കൾക്ക് അങ്ങനെ ഒരു നിലപാടുണ്ട്. ഏത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ശരിയല്ല, ഉമർ റളിയല്ലാഹുവിന് ശരിയല്ല, ആയിഷ ബീവി ശരിയല്ല എന്ന ഒരു നിലപാടുണ്ടെങ്കിൽ പോലും ഈ വിഷയത്തിൽ നമ്മൾ ഇറാനൊപ്പം നിൽക്കുള്ളൂ. എന്നതുകൊണ്ട് നമുക്ക് ആയിഷ ബീവിനോട് സ്നേഹമില്ല, നമുക്ക് ഉമർ റളിയല്ലാഹുവിനോട് സ്നേഹമില്ല എന്നുള്ളതല്ല. മറിച്ച് ഇപ്പൊ നടക്കുന്ന അന്യായമുണ്ടല്ലോ, ഇപ്പൊ നടക്കുന്ന അക്രമമുണ്ടല്ലോ, ആ അക്രമത്തിൽ നീതി എന്ന് പറയുന്നത് ഇറാന്റെ പക്ഷത്താണ്. ഇറാൻ അന്യായങ്ങൾക്ക് വിധേയമാവുകയാണ്. ഇനി അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും ഒക്കെ 1400 കൊല്ലം മുമ്പുള്ള മുൻഗാമികൾ മുത്തു മുസ്തഫയെ വെറുത്തത് കൊണ്ടല്ല നമ്മളിപ്പോൾ ഇറാനെ എതിർക്കുന്നത്, നമ്മൾ ഇസ്രായേലിനെ എതിർക്കുന്നത്. നമ്മൾ അതുകൂടി മനസ്സിലാക്കണം. 1400 കൊല്ലം മുമ്പ് ഇപ്പോൾ ഉള്ള ജൂതന്മാരുടെ മുൻഗാമികൾ അള്ളാഹുവിൻ്റെ റസൂലിനെ ചതിയിൽ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്, ശരിയാണ്. റസൂലിനോട് അങ്ങേയറ്റത്തെ വിരോധം അവർക്കുണ്ടായിരുന്നു, ശരിയാണ്. റസൂലുമായി വെച്ച കരാറുകൾ അവർ നിരന്തരം ലംഘിക്കുമായിരുന്നു, ശരിയാണ്. പക്ഷെ നമ്മളിപ്പോൾ ഇസ്രായേലിനെ എതിർക്കുന്നത് 1400 കൊല്ലം മുമ്പ് ഇവരുടെ മുൻഗാമികൾ അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളത് കൊണ്ടല്ല. ഈ ലോകത്ത് സമകാലീന ലോകത്ത് ഇസ്രായേലിന്റെ നടപടിക്രമങ്ങൾ മാനവികതയ്ക്ക് വിരുദ്ധമാണ്. ഇസ്രായേൽ ഇപ്പോൾ ഇറാൻ ആക്രമിച്ചത് അന്യായമാണ് എന്നതുകൊണ്ടാണ്. മറ്റത് ആശയപരമായ വിയോജിപ്പാണ്. ആ വിയോജിപ്പ് എല്ലാ ഷിയാക്കളുമായിട്ട് നമുക്കുണ്ട്, ആ വിയോജിപ്പ് ജൂതന്മാരുമായിട്ട് നമുക്കുണ്ട്, ആ വിയോജിപ്പ് ക്രൈസ്തവരായിട്ട് നമുക്കുണ്ട്, ആ വിയോജിപ്പ് നമ്മുടെ ഇടയിലുള്ള മറ്റു വിശ്വാസങ്ങളും ആചാരങ്ങളുമായിട്ട് നമുക്കുണ്ട്. പക്ഷെ അതല്ല നമ്മൾ ഇസ്രായേലിനെ എതിർക്കാൻ കാരണം. ഇസ്രായേൽ സയനിസം ആ രാഷ്ട്രം ഉണ്ടായ നാൾ മുതൽ ലോകത്ത് ഇത്രയും നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു രാജ്യം വേറില്ല. ആ രാജ്യത്തോടാണ് സമീകരിച്ചത് ഇദ്ദേഹം ഇറാനെ. ആ രാജ്യം തെമ്മാടി രാഷ്ട്രം എന്ന് പറയാൻ എല്ലാ അർത്ഥത്തിലും അർഹതപ്പെട്ട രാജ്യമാണ്. പക്ഷെ ഇറാൻ അങ്ങനെയല്ല എന്ന് വിചാരിച്ച് ഇറാനെ മൊത്തം വൈറ്റടിക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത്. അങ്ങനെ വൈറ്റടിക്കേണ്ട കാര്യവും നമുക്കില്ല. ഈ സമീകരണം ശരിയല്ല. ഇസ്രായേലും ഒരുപോലെ തെമ്മാടിയാണ്, ഇറാനും ഒരുപോലെ തെമ്മാടിയാണ് എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഇസ്രായേൽ ഈ രാജ്യത്ത്, ഈ ലോകത്ത് അത് ഉണ്ടായത് തന്നെ അവിഹിതമായിട്ടാണ്. ഉണ്ടായ നാൾ മുതൽ മനുഷ്യത്വ വിരുദ്ധമായ ആ കയറിക്കിടക്കാൻ ഇടം കൊടുത്ത ജനതയെ തള്ളി 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 നീക്കുകയല്ല ചെയ്തത്, കൊന്ന് തീർക്കുകയാണ് ചെയ്തത്. ആ ഒരു രാജ്യത്തെ എങ്ങനെയാണ് നമ്മൾ ഇറാനുമായി കൊലൈ ചെയ്യുന്നത്? ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ ഏത് പണ്ഡിതം പറഞ്ഞാലും നമുക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല. ഇനി ലോകമാകെ ഒന്നടങ്കം പറയാണ് ഇപ്പൊ ഇസ്രായേലിന്റെ ഒപ്പം നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നിലപാടുള്ളവൻ പറയും ഇപ്പൊ ഇസ്രായേലിന്റെ ഒപ്പം നിൽക്കാൻ പറ്റില്ല, ഇപ്പൊ ഇസ്ലാമിന്റെ ഒപ്പം നിൽക്കാൻ പറ്റുള്ളൂ. ആ ഇസ്ലാമിന്റെ ഒപ്പം നിൽക്കുള്ള നിലപാട് ഇറാന്റെ ഒപ്പം നിൽക്കുക എന്ന് പറയേണ്ടി വരും നമുക്ക്. അമ്മാതിരിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. 100,000 മനുഷ്യരെ കയറിക്കിടക്കാൻ ഇടം കൊടുത്ത ആ പ്രദേശത്തെ 100,000 മനുഷ്യരെയാണ് കൊന്നു തള്ളിയത്. 100,000 മനുഷ്യർ ഇന്നവരെ കാണാനില്ല. 10,000-കണക്കിന് മനുഷ്യർ വികലാംഗരാണ്. ഇന്നും അവരുടെ തലയിൽ ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങേയറ്റത്തെ ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഒരു രാജ്യം. ആ രാജ്യത്തോട് എങ്ങനെയാണ് ഇറാനെ നമ്മൾ തുലനപ്പെടുത്തുക? എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം പോലും, രണ്ട് രാജ്യത്തെയും എല്ലാത്തിനെയും നശിപ്പിക്കണേ, അക്രമികളെ മൊത്തം നശിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയണമെങ്കിൽ അവാർഡിനർഹമായ അസാമാന്യമായ കരുത്ത് വേണം. എങ്കിലങ്ങനെ പറയാൻ പറ്റുള്ളൂ.
കാര്യങ്ങളെ നേരെ ചൊവ്വേ ഇദ്ദേഹത്തിനൊന്നും, ഈ ബഹുമാന്യനായ പണ്ഡിതനൊന്നും അത് അറിയില്ലാത്തത് കൊണ്ടാണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ അറിവില്ലാത്ത ഒരാളൊന്നും അല്ല അദ്ദേഹം. നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, ഈ വർത്തമാനങ്ങളൊക്കെ നടക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 4 മിനിറ്റും 42 സെക്കൻഡുമുള്ള ആ വീഡിയോയിൽ ഒരിടത്ത് പോലും ആ ബഹുമാന്യനായ പണ്ഡിതൻ അമേരിക്കയെക്കുറിച്ച് മിണ്ടുന്നില്ല. ആകെ ഇസ്രായേലിനെ കുറിച്ചും ഈ പറയുന്ന ഇറാനെ കുറിച്ചും മാത്രമേ മിണ്ടുന്നുള്ളൂ. അതും വെറും മറന്നുപോയതാണ് എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുമോ? എന്തുവാകട്ടെ, ഞാൻ പറയുന്നത് ഇസ്രായേലിനെ നമ്മൾ എതിർക്കുന്നത് ഈ അന്യായങ്ങൾ കൊണ്ടാണ്, ഇത്തരം അന്യായങ്ങൾ കൊണ്ടാണ്. അഥവാ തിടം വച്ചിട്ടുള്ളത്, ആ 2 രാജ്യങ്ങളും തിടം വച്ചിട്ടുള്ളത് മനുഷ്യൻ്റെ മാംസം തിന്നാണ്, മനുഷ്യൻ്റെ രക്തം കുടിച്ചാണ്. ആ രാഷ്ട്രങ്ങളോട് എങ്ങനെയാണ് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകാം, അക്രമങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകാം. എന്നാലും ജനിച്ച നാൾ മുതൽ, ഉണ്ടായ നാൾ മുതൽ മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ഒരു രാജ്യം. എന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇന്നിപ്പോൾ നമ്മളെല്ലാം, നമ്മുടെ രാജ്യം അടക്കം ലോകത്തെ എല്ലായിടത്തും നമ്മൾ കേൾക്കുന്നൊരു വാർത്ത എന്താ? ഇസ്ലാമോഫോബിയ. ഇസ്ലാമോഫോബിയ എന്ന് കേൾക്കാത്ത ഒരാളും ഈ സദസ്സിലുണ്ടാവില്ല. ഇസ്ലാമോഫോബിയ എന്ന് കേൾക്കാത്ത ഒരാൾ ഈ സദസ്സിലുണ്ടാവില്ല. ഇസ്ലാമോഫോബിയ ലോകത്ത് നട്ട് നനച്ച് വളർത്തിയതാരാ? എത്രത്തോളം എന്ന് ചോദിച്ചാൽ അവർ നട്ട് നനച്ച് വളമിട്ട് കൊടുത്ത് വളർത്തി അവസാനം എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ, എല്ലാ കൊല്ലവും മാർച്ച് മാസം 15-ാം തീയതി ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമായി ആചരിക്കേണ്ട ഗതികേടിൽ ഐക്യരാഷ്ട്രസഭയെയും ലോകത്തെയും എത്തിച്ചത് ഈ 2 നെറികെട്ട രാഷ്ട്രങ്ങളാണ്. അവരാണ് അതിൻ്റെ കഥയും തിരക്കഥയും സംവിധാനവും പോസ്റ്റ് ഒട്ടിക്കലും ഒക്കെ നടത്തുന്നത്. ആ രാഷ്ട്രങ്ങളോടാണ് ഇറാനെ സമീകരിച്ചത് നമ്മൾ മനസ്സിലാക്കണം. ഈ വല്ലയിടത്തും ഇരുന്ന ഇറാനെ ചർച്ച നടക്കുന്നതിൻ്റെ സമയത്ത് പോലും കയറി ആക്രമിച്ച രാജ്യങ്ങളാണിവർ. അത് നമ്മളൊന്ന് ആലോചിക്കണം. അതുപോലെ തന്നെ ലോകത്ത് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ, ഇസ്ലാം വെറുപ്പ് സൃഷ്ടിക്കാൻ, ഇസ്ലാം ഭീതി സൃഷ്ടിക്കാൻ, മുസ്ലിം പേടി സൃഷ്ടിക്കാൻ വേണ്ടി മുസ്ലിം ചെറുപ്പക്കാരെ വിലക്കെടുത്ത് ചെല്ലും ചെലവും കൊടുത്ത് മുസ്ലിങ്ങളല്ലാത്ത ചെറുപ്പക്കാർക്ക് മുസ്ലിം പേരുകൾ നൽകി അവരെ കൊണ്ട് പണം കൊടുത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം കൺട്രികളിൽ ഭീകരവാദ പ്രവർത്തനങ്ങളും സ്ഫോടനങ്ങളും ഒക്കെ നടത്തിച്ച് ഇത് മുസ്ലിങ്ങളാണ്, അത് ഇവർക്ക് കിട്ടുന്നത് ഖുർആനിൽ നിന്നാണ് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശക്തമായ ശ്രമങ്ങൾ നടത്തിയത് ഈ 2 രാഷ്ട്രങ്ങളുടെ രഹസ്യ സംവിധാനങ്ങളാണ്. മൊസദും സിഐയും കൂടി നടത്തിയതാണ് ഇതെല്ലാം. അതിൻ്റെ കഥയും തിരക്കഥയും പോസ്റ്റൊട്ടിക്കും സംവിധാനം ഒക്കെ നടത്തിയത് ഇവരാണ്. അങ്ങനെയുള്ള രാജ്യങ്ങളെയാണ് നമ്മൾ ഒപ്പം നിർത്തി. ഇറാനും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് 2ഉം തെമ്മാടികളാണ്. അതുകൊണ്ട് എല്ലാ അക്രമികളെയും നശിപ്പിക്കാനാണ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമികമായി ഒരിക്കലും നീതീകരിക്കപ്പെടും എന്നെനിക്ക് തോന്നുന്നില്ല. നിലപാട് എങ്ങനെ വേണമെങ്കിലും ആളുകൾക്ക് എടുക്കാം. മറ്റൊരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനൊരു ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു മാപ്പുണ്ട്. ചിലരിപ്പോൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇസ്രായേലിന് ഗ്രേറ്റർ ഇസ്രായേൽ മാപ്പുള്ളതുപോലെ ഇറാന് മക്ക അടക്കം ഉൾക്കൊള്ളുന്ന പ്രദേശം പിടിച്ചെടുത്ത് മൊത്തത്തിൽ ഇറാനാക്കാനുള്ളൊരു മാപ്പ് ഉണ്ടെന്നാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇസ്രായേലിന് ഒരു ഗ്രേറ്റർ ഇസ്രായേൽ മാപ്പ് ഉണ്ടുള്ളത് ഒളിച്ചു വച്ചേക്കുന്ന ഒരു കാര്യമല്ല. അവരത് ഐക്യരാഷ്ട്രസഭയിൽ അടക്കം അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ സ്കെച്ചും പ്ലാനും ഒക്കെ. ഞങ്ങൾക്ക് ഇതിനുള്ള ചില ഉദ്ദേശങ്ങളുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കൂ. ഇസ്രായേലിന് ഇങ്ങനൊരു മാപ്പ് ഉണ്ടോ എന്ന് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കൂ. ഗൂഗിൾ ഉത്തരം തരും. സൗദി അറേബ്യ അടക്കമുള്ള വിശാലമായൊരു ഗ്രേറ്റർ ഇസ്രായേൽ സങ്കല്പം ഇസ്രായേലിനുണ്ട്. ഗൂഗിൾ നിങ്ങൾക്ക് ആൻസർ തരും. അതേസമയം അതേ ചോദ്യം നിങ്ങൾ ഇറാനെ കുറിച്ച് അടിച്ചു നോക്കൂ. അങ്ങനെ ഒരു ഉത്തരം കിട്ടില്ല ഗൂഗിളിൽ നിന്ന്. നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, അതിന് തെളിവുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ആ മാപ്പ് ഉയർത്തി കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ പത്രങ്ങളിൽ പോലും ആ വിഷയം ചർച്ചയായിട്ടുണ്ട്. ഇവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഗ്രേറ്റർ ഇസ്രായേൽ സമയത്തിന്റെ മാത്രം പ്രശ്നമുള്ളൂ. അത് നടക്കണമെങ്കിൽ അവിടുത്തെ അല്പസ്വല്പം ആയുധശേഷിയുള്ള, ഇച്ഛാശക്തിയുള്ള, വിധേയത്വ ബോധമില്ലാത്ത ഇറാൻ നശിക്കണം. ഇറാന്റെ കയ്യിൽ എടുത്തു പറയാൻ പറ്റുന്ന ആയുധം ഉണ്ടാകരുത്. അതിനാണ് ഈ അടികളെല്ലാം നടത്തുന്നത്. അതൊക്കെ നടത്തി ഒതുങ്ങി കഴിയുമ്പോൾ കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറഞ്ഞതുപോലെ ആ മാപ്പ് പുറത്തോട്ടെടുക്കും. ഇതാ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു മാപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇത് നടപ്പാക്കണം എന്നവർ പറയും. അപ്പം കണ്ണു വെച്ചിട്ട് കാര്യമില്ല. അതേസമയം ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മാപ്പില്ല. ഇപ്പൊ എന്താ പറയുന്നത്? മക്കം പിടിച്ചെടുക്കും. ആ മക്കം പിടിച്ചെടുത്തതിന് ശേഷം അവിടെ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖബറും ഉമർ റളിയല്ലാഹുവിന്റെ ഖബറൊക്കെ കിളച്ചു മറിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനെന്താ തെളിവ്? ഇതിന് വല്ല തെളിവുണ്ടോ? ഇതിന്റെ തെളിവ് എന്താ? ഓബ്ല സാഹിബ് പറഞ്ഞു. ഓബ്ല സാഹിബാണോ ഇതിന് തെളിവ് പറയേണ്ട ആള്? ഇറാൻ അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടെന്ന് പറയേണ്ടത് ആരാ?
ഈ കേരളത്തിൽ ഇരിക്കുന്ന ഓബ്ല സാഹിബാണോ അത് വസ്തുതാപരമാണെന്നാണ് പറയുന്നത്. ഓബ്ല സാഹിബ് പറഞ്ഞ കാര്യം വസ്തുതാപരമാണെന്നാണ്. ഇവിടെ ഇസ്രായേലിന്റെ കാര്യം എല്ലാം പച്ച വെളിച്ചത്തിൽ അവർ ആ മാപ്പ് തൂക്കിയിട്ടേക്കാണ്. ഇവിടെ അങ്ങനെ ഒരു ചിന്തയില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് വേണം? ഇനി ഇറാൻ അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അറബ് രാഷ്ട്രങ്ങൾ അതിനെ നേരിടണം, മുസ്ലിം ലോകം അതിനെ നേരിടണം. അങ്ങനെ വരുമ്പോൾ ആയുധങ്ങൾ വെച്ചോ അല്ലാതെയോ നയതന്ത്രപരമായോ അതിനെ നേരിടണം. നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇറാനെ തെമ്മാടി രാഷ്ട്രമാക്കണത്. ഇസ്രായേലിനെ നമ്മൾ അത് വിളിക്കുന്നത് അവർ ആ മാപ്പ് കാണിച്ചതുകൊണ്ടല്ല. നമ്മൾ മനസ്സിലാക്കണം, ഇസ്രായേലിനെ നമ്മൾ ഇപ്പോൾ എതിർക്കുന്നത് അവരാ മാപ്പ് കാണിച്ചതുകൊണ്ടല്ല. മറിച്ച് ഇപ്പോൾ ഇസ്രായേൽ എടുത്ത നടപടികളൊന്നും ശരിയല്ല. ഈ അടുത്ത കാലത്ത് മറ്റതിന് മാപ്പ് മാത്രമാണ്, നടത്താൻ പറ്റൂല എന്നിരുന്നോട്ടെ. നമ്മൾ അത് കണ്ടിട്ടല്ല ഇസ്രായേലിനെ എതിർക്കുന്നത്. ഇസ്രായേൽ ഇതുവരെ ചെയ്ത നടപടികൾ, അവരുടെ കയ്യിലിരിപ്പ്, അവർ ഈ കാണിച്ചുകൊണ്ടിരുന്ന കാര്യം, ഇപ്പോൾ അവർ കാണിച്ച കാര്യങ്ങൾ, ഇതൊക്കെ വെച്ചുകൊണ്ട് ഇത് തന്നെയാണ് ഏറ്റവും വലിയ രസകരമായൊരു സംഗതി. ഞാനിങ്ങോട്ട് പോരാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ യാദൃച്ഛികമായിട്ട് ഞാൻ യൂട്യൂബ് ഒന്ന് സ്ക്രോൾ ചെയ്തപ്പോൾ അതിൽ ഷാജൻ സ്കറിയയുടെ വീഡിയോ ആണ് വന്നത്. നോക്കുമ്പോൾ ഷാജൻ സ്കറിയൻ പറയുന്ന ഇതാണ്: ഇസ്രായേൽ ഇവിടെ നിലനിൽക്കണം, ഇറാൻ ഇവിടെ നിലനിന്ന മക്കം പിടിച്ചെടുക്കുന്നു. ഷാജൻ സ്കറിയക്ക് എന്തോ ഒരു വേദന മുസ്ലിങ്ങളുടെ മക്കം ഇറാൻ പിടിച്ചെടുക്കുന്നതിൽ. എല്ലാവരും എങ്ങനെയാണ് ഈ ഒരുപോലെ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവണില്ല. ഇവരും പറയുന്നത് ഇറാൻ മക്കം പിടിച്ചെടുക്കുമെന്നാണ്, ഈ ബഹുമാന്യ സലഫി പണ്ഡിതൻ പറയുന്നത്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖബറൊക്കെ കളിച്ചു മറിക്കുന്നതാണ്. ഇതേ ടോണാണ് ആർക്കുള്ളത്? ഷാജൻ സ്കറിയക്കുള്ളത്. അദ്ദേഹവും പറയുന്നത് മക്കം പിടിച്ചെടുക്കും, അതുകൊണ്ട് ഇറാൻ അവിടെ വരാൻ പാടില്ല, പൊളിറ്റിക്കൽ ഇസ്ലാമിന് സ്വാധീനം ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ അങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ നോക്കിക്കാണേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മിനിമം നിങ്ങൾ എൻ്റെ സഹോദരന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ച ഒരു വചനമുണ്ട്: മൻ സ്വല്ല സ്വലാത്തന അസ്തഖ്ബല ഖിബ്ലതന വഖല ദബീഹതന ദാലികൽ മുസ്ലിം. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ചതാണ്. ഞാൻ നമസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കുകയും നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നിടത്തേക്ക് തിരിഞ്ഞു നിൽക്കുകയും നമ്മൾ അറുത്തത് തിന്നുകയും ചെയ്യുന്ന ആളുകളൊക്കെ മുസ്ലിങ്ങളാണ്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ പറഞ്ഞതാണിത്. അവർക്ക് അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും സംരക്ഷണം ഉണ്ടാവുന്നതാണ്. മിനിമം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആയിഷ ബീവി റളിയല്ലാഹു തആലയെ ഒന്നും ചീത്ത പറഞ്ഞാൽ നമുക്കാരും ഉൾക്കൊള്ളാൻ പറ്റൂല. അതൊക്കെ വസ്തുത തന്നെയാണ്. പറയുന്നുണ്ടോ എന്നുള്ളത്, ആരൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് പറയുന്നതെന്നും വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതൊന്നും ഇപ്പം ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ല. അതൊക്കെ അക്കാഡമിക്കലായിട്ട് അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്ന ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. ആ ചർച്ച ചെയ്ത് നമുക്ക് നിലപാടിൽ എത്തേണ്ടതുമാണ്. അതൊക്കെ ശരി തന്നെയാണ്, അതിനകത്ത് നമുക്ക് വ്യത്യാസമില്ല. പക്ഷെ നമ്മളിപ്പോൾ ഈ വിഷയത്തെ സമീപിക്കുന്നത് ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടല്ല. മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പറഞ്ഞല്ലോ, ഇത്രയൊക്കെ പറയുമ്പോൾ തെമ്മാടി രാഷ്ട്രമെന്ന് ഇറാനെ വിളിക്കുമ്പോൾ ഈ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ കൂട്ടത്തിലാണ് അവരും ഉള്ളത്. എന്ത്? മൻ സ്വല്ല സ്വലാത്തന, ഞാൻ നമസ്കരിക്കുന്ന പോലെ നമസ്കരിക്കുക. ആ ഇറാനികൾ അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മുടെ കിബിലയിലൊക്കെ തിരിഞ്ഞു നിൽക്കുന്ന ഇറാനിൽ വേറെ കിബിലയൊന്നുമില്ല. നമ്മളെ അറുത്താലും അവർ നമുക്ക് അറുത്ത് തന്നാലും നമ്മൾ അവർക്ക് അടുത്തു കൊടുത്താലും തിന്നാന്ന് എല്ലാ പണ്ഡിതന്മാരും ലോകത്ത് പറയുന്നുണ്ട്. അവരാരും കാഫറാക്കിയിട്ടില്ല. അങ്ങനെ ആവുമ്പോൾ അവർക്കെതിരെ എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? അള്ളാഹിൻ്റെ റസൂലിൻ്റെ വചനമല്ലേ ഇത് ചെയ്ത ബാക്കി കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. ഞാൻ പറയുന്നത് സ്വർഗത്തിലും നരകത്തിലും ഒക്കെ നമ്മൾ നടക്കണ്ട. ആ ത്രാസും മാറ്റി വെച്ചേരെ, അത് അള്ളാഹ് നോക്കിക്കോളും. അള്ളാഹ്ക്ക് നമ്മളെക്കാളെല്ലാം കാര്യങ്ങൾ അളന്ന് തിട്ടപ്പെടുത്താൻ അറിയാം. നമ്മൾ നോക്കിയാൽ മതി, അയാൾ നിസ്കരിക്കുന്നുണ്ടോ, അയാൾ മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്നുണ്ടോ. ബാക്കി ഉപദേശങ്ങൾ ഉപദേശ രൂപേണ നമുക്ക് നടത്താം, നമുക്ക് ആരിൽ നടത്താം. അല്ലാതെ ആളുകളെ സ്വർഗത്തിലും നരകത്തിലും ആക്കുന്ന പണി നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലാണല്ലോ നമ്മൾ ഇത്ര രോഷം കൊള്ളേണ്ട കാര്യമുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, നമ്മൾ ഇത്രയൊക്കെ വർത്തമാനങ്ങൾ ഈ ബഹുമാന്യരായ പണ്ഡിതന്മാരൊക്കെ പറയുമ്പോൾ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അവൻ്റെ 5-ാം അധ്യായം, വേദഗ്രന്ഥത്തിന്റെ 5-ാം അധ്യായത്തിൽ 51-ാം വചനത്തിൽ നെസ്സായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ: യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്. നിങ്ങൾ അമേരിക്കയെയും ഇസ്രായേലിനെയും രക്ഷാധികാരിയായി സ്വീകരിക്കരുത്. ഇത് അള്ളാഹ് പറഞ്ഞതാണ്. ഇനി നിങ്ങളിൽ ആരെങ്കിലും ആ പണി ചെയ്താൽ ഒമൻ യതവല്ലഹും മിൻകും ഫഇന്നഹു മിൻഹും, അങ്ങനെ ചെയ്യുന്നവർ അവരുടെ കൂട്ടത്തിലായിട്ട് ഞാൻ കണക്കാക്കുള്ളൂ എന്നല്ല പറയണത്. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അത്തരം അക്രമികൾക്ക് ഞാൻ ഒരിക്കലും ദിശാബോധം നൽകൂല എന്നല്ല പറയുന്നു. കഴിഞ്ഞ ഖുതുബയിൽ നമ്മളത് പറഞ്ഞതാണ്. ഇത്ര ക്ലിയർ കട്ടായിട്ട് കാര്യം പറഞ്ഞിരിക്കുന്നു. ആ പറഞ്ഞ അമേരിക്കയുടെ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലോ, ഇവരെ സംരക്ഷിക്കാൻ കൊണ്ടുവന്ന് അവരെ നിർത്തിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് എന്താണ് ഇവരാരും മിണ്ടാത്തത്?
ഖുർആൻ നസ്സായി പറഞ്ഞ ഈ കാര്യത്തെക്കുറിച്ച് ഇവരെന്താണൊന്നും മിണ്ടാത്തത്? അത് തെറ്റാണ്, അത് നിങ്ങൾ ചെയ്യരുത് എന്ന് എന്തുകൊണ്ടാണ് ഒരു പ്രഭാഷണത്തിലൂടെ പോലും പറയാത്തത്? ഇവർ പറഞ്ഞതുകൊണ്ടോ ഞാൻ പറഞ്ഞുകൊണ്ടൊന്നും അവരത് മാറ്റൂല. പക്ഷെ എന്തിയെ നമുക്ക് ഇത്രയും വർത്തമാനങ്ങളൊക്കെ വിശകലനം ചെയ്ത് അവതരിപ്പിക്കുമ്പോൾ ഇവർ ഈ ചെയ്യുന്നത് ഖുർആനിന് വിരുദ്ധമാണ് എന്ന് പറയാൻ എന്തുകൊണ്ടാണ് നമുക്ക് കഴിയാത്തത്? ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും നേരം സംസാരിക്കുമ്പോഴും അമേരിക്കയെ മാറ്റി നിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇങ്ങനെയല്ല നിലപാടുകൾ എടുക്കേണ്ടത്. നിലപാടുകൾ എടുക്കുമ്പോൾ നീതിപൂർവ്വം നിലപാടുകൾ എടുക്കണം. നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും അന്താരാഷ്ട്ര തലത്തിൽ സംഭവവികാസങ്ങൾ നടക്കുമ്പോഴും നമ്മൾ അത്തരത്തിലുള്ള നിലപാടുകളാണ് സ്വീകരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചതമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.